ഫ്ലൈറ്റ് ഏജൻസിക്കാർ മെയിൽ അയച്ചോ? ഫ്ലൈറ്റ് ടിക്കറ്റ് വേണ്ടേ നമുക്ക്? അത് ശരിയാണല്ലോ. ഞാനൊരു കാര്യം മെയിലൊന്ന് ചെക്ക് ചെയ്യാം. ഞാൻ പാക്ക് ചെയ്ത നേരത്തെ തുടങ്ങിട്ടോ. എനിക്ക് ലാസ്റ്റ് സമയത്ത് ഓടാൻ പറ്റത്തില്ല. മെയിലൊന്നും വന്നിട്ടില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, അവരെ ഒന്ന് വിളിക്കാം. വിളിക്കേ. ഹലോ, സെഹിയോൺ ട്രാവൽ ഏജൻസി അല്ലേ? ആൻഡോയാണേ. ചേട്ടാ, ആ ടിക്കറ്റിൻ്റെ കാര്യം ഒന്ന് ചോദിക്കാൻ വേണ്ടിയായിരുന്നു, ന്യൂസിലൻഡിലേക്കുള്ള. ഓക്കെ കൺഫേം ആയോ? അത് ശരി. ഓക്കെ താങ്ക് യു. നെക്സ്റ്റ് വീക്ക് അല്ലേ? ഓക്കെ ശരി കേട്ടോ ഏട്ടാ. താങ്ക് യു സോ മച്ച്. അവരെന്താ പറഞ്ഞേ? എടി, നമ്മുടെ ടിക്കറ്റ് കൺഫേം ആയി. അടുത്ത ആഴ്ച നമ്മൾ പോവുകയാണ്. എനിക്ക് വേല എത്ര നാളത്തെ കഷ്ടപ്പാടാ. സത്യം കേട്ടോ, ഇപ്പോഴാണ് സമാധാനം. എക്സാം എഴുതിയ മടുത്ത്. എന്ത് പറയാനാ ദൈവമേ. എന്തായാലും നന്ദി. ഒരു കാര്യം ചെയ്ത് നമുക്ക് എന്തായാലും എന്റെ മമ്മീനൊന്ന് വിളിച്ചു പറയാൻ. എന്റെ മമ്മിയുടെ പ്രാർത്ഥന ശരിക്കും. നമുക്ക് പപ്പേനും മമ്മീനെ ഒന്ന് വിളിക്കാം. Yeah, so how's it going? What's going on between you guys? And I'm serious. Serious about what? What are you guys talking about? I'm having some doubts. That's about what though? This is like such a serious matter though. You guys good? I heard it's serious. Like, is something going on that I should know about? Yes, it's like so serious. Okay, what are you talking? Stop. What? Ask her, not you. What's wrong with you? Like, am I a joke to you? Well, I feel like you should get an abortion because as of now, like, school's starting soon and we're all starting year 12. And this is like our main year as well, where we have to concentrate. And I feel like if it's earlier on, it's much better. Oh, you know that Chichi who comes to Pali? Like, the doctor Chichi? Who like works as a gynecologist? Oh yeah. Yeah, I've heard that she's like a really good doctor and like specializes in like all these kind of surgeries and stuff. Yeah, I feel like you should consider this abortion because you have such a big future lying ahead of you. So I feel like it's for the better. Maria, I think it's time for my lunch break now. I'll catch you later. Thank you. ഹലോ മമ്മി ടിക്കറ്റ് കൺഫേം ആയിട്ടോ. അടുത്ത വീക്ക് ഉറപ്പായിട്ട് ഇവിടെ പോവാണേ. പപ്പ, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ദൈവാനുഗ്രഹിച്ച് എല്ലാം കിട്ടി. ഇനിയിപ്പം അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ കുറെ ചെയ്യാനുണ്ട്. നമുക്ക് പാക്കിംഗ് ഒന്നും ആയില്ല, എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. പപ്പയായിട്ടല്ലെന്ന് കൊടുത്തേ. പപ്പ, ടിക്കറ്റ് കൺഫേം ആയി കേട്ടോ. അടുത്ത ആഴ്ച മിക്കവാറും ട്രാവൽ ചെയ്യുന്ന തോന്നുന്നു. എനിക്ക് ഒരു മിനിറ്റ്, ഇപ്പോൾ വിളിക്കാതെ. What, Maria? Why crying? At this point, you're pissing me off. Like, you keep calling and messaging. Obviously, I'm not answering because I don't want to. What? No, just stop annoying me and stop calling me, okay? I don't want to talk to you right now. You're just annoying me and pissing me off. Okay, go away. എന്താ പറ്റിയ മോളെ? ഭയങ്കര സ്ട്രെസ്സാന്ന് തോന്നുന്നു. എനിക്ക് അറിയത്തില്ല. എനിക്കൊന്ന് ട്രാവലിന്റെ സ്ട്രെസ് ആയിരിക്കും. കുറച്ച് നാളായിട്ട് ഉറക്കമൊന്നുമില്ലല്ലോ. അല്ല ഇത് വേറെ എന്തോ. എനിക്ക് ഡോക്ടറിനെ ഒന്ന് കാണണം. ഇതൊക്കെ ആരും പോവല്ലേ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നമുക്ക് എന്തായാലും ഡോക്ടറെ കണ്ടല്ലേ. അപ്പോൾ എല്ലാ ടെസ്റ്റെല്ലാം ചെയ്ത് കഴിഞ്ഞു. പോസിറ്റീവാണ്, കൺഗ്രാറ്റുലേഷൻസ്. പക്ഷേ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. റിപ്പോർട്ട്സ് അനുസരിച്ച് ചെറുതായിട്ടൊരു അനീമിക് ഇത് കാണുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ബ്ലീഡിങ്ങിൻ്റെ ചാൻസസ് വളരെ ഹൈ ആണ്. ഈ ഒരു സമയത്ത് അറിയാമല്ലോ, അത്യാവശ്യം നല്ലപോലെ റെസ്റ്റ് എടുത്ത് എനിക്ക് അടുത്ത ആഴ്ച എന്താണെങ്കിലും ഫോളോ അപ്പിന് വരണം. എനിക്ക് കുറച്ചുകൂടെ സ്റ്റഡിയും ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ചെയ്യാനുണ്ട്.
അപ്പോൾ എന്തായാലും നിങ്ങൾ അടുത്ത ആഴ്ച വന്നാലേ എനിക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അറിയാലോ, നിങ്ങളുടെ ഇതൊരു പ്രഷ്യസ് ബേബിയാണ്. അപ്പോൾ അറ്റ്മോസ്റ്റ് കെയർ ആയിരിക്കണം. ഈ ഒരാഴ്ച തന്നെ നല്ല രീതിയിൽ റെസ്റ്റ് എടുത്ത് വേണം ഇരിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അടുത്ത ആഴ്ചയല്ലേ പക്ഷെ പോകാനിരിക്കുന്നു? ഫ്ലൈറ്റ് എല്ലാം ബുക്ക്ഡ് ആണ്. എനിക്ക് ക്ലാസ്സസ് തുടങ്ങും. ഇപ്പൊ എന്തായാലും അത് പോസിബിൾ അല്ല. നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ ഫസ്റ്റ് 3 months ഞാൻ എന്തായാലും ലൈക്ക് ഇപ്പം നെക്സ്റ്റ് വീക്ക് എന്താണെങ്കിലും ട്രാവൽ റെസ്ട്രിക്റ്റഡ് ആണ്. പിന്നെ അടുത്ത 3 മാസം കഴിഞ്ഞിട്ട് അതുവരെ എന്താണെങ്കിലും നിങ്ങൾ ട്രാവൽ പോസ്റ്റ്പോൺ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ധൃതി വെച്ച് വന്നത്. എനിക്ക് റൗണ്ട്സ് ഉണ്ട്, അപ്പം പെട്ടെന്ന് പോകണം. അപ്പൊ നിങ്ങൾ എന്തായാലും ഞാൻ അടുത്ത ആഴ്ച കാണാം. അപ്പോൾ സീ യു നെക്സ്റ്റ് വീക്ക് ഗൈസ്. ബൈ. നമ്മൾ എന്ത് ചെയ്യാൻ അച്ഛാ? എന്തായാലും കുറെ കഷ്ടപ്പെട്ടതല്ലേ നമ്മൾ ഇതിന്റെ പുറകില്. എന്തോരം പൈസ ചെലവായി. ഇനി ഇതേപോലെ ഒരു അവസരം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? പക്ഷെ അച്ഛാ, നമ്മൾ എന്തോരം കാത്തിരുന്നതാ, നമ്മൾ എന്തോരം പ്രാർത്ഥിച്ചതാ. ഈ പ്ലാനിന് മുന്നേ നമ്മളൊന്ന് ട്രൈ ചെയ്തതല്ലേ. ഞാൻ ഒത്തിരി വേദന സഹിച്ചാണ്ടോ അച്ഛാ. നമുക്ക് ഇനി ഇത് ട്രൈ ചെയ്യാവുന്നേ ഉള്ളല്ലോ നമ്മള്. അച്ഛാ, ശരിയാണ്, എനിക്ക് നെക്സ്റ്റ് 3 months എന്ന് പറഞ്ഞാൽ എൻ്റെ ക്യാപ് സമയമാണ്, എൻ്റെ എക്സാമിൻ്റെ സമയമാണ്. ഞാൻ ഉറപ്പായിട്ടും ആഗ്രഹിച്ചതാ. പക്ഷെ ഇത് ഞാൻ ആഗ്രഹിച്ചല്ലേ അച്ഛാ. എന്തോരം കഷ്ടപ്പെട്ടതിന്റെ പുറകെ. ഞാൻ കുറെ സ്വപ്നങ്ങൾ കാണായിരുന്നു അവിടെ ചെന്നിട്ട്, എന്തൊക്കെ കുറെ ബിസിനസ് തുടങ്ങാനൊക്കെ. ഇനി എന്താ ചെയ്യുക? ഞാൻ സീരിയസ് ആയിട്ട് അബോർഷനെ പറ്റി ആലോചിക്കുകയാണ്. എന്നുൾ താപമോരോന്നായി നിന്നിലേകുന്നു വാഴ്വിൻ സ്നേഹമേ. നീറും മുൾപടർപ്പായൻ പ്രാണനാളുമ്പോൾ ചേർത്തണയ്ക്കണേ. എന്നുൾ താപമോരോന്നായി നിന്നിലേകുന്നു വാഴ്വിൻ സ്നേഹമേ. നീറും മുൾപടർപ്പായൻ പ്രാണനാളുമ്പോൾ ചേർത്തണയ്ക്കണേ. നീയാണെന്നാകാശം നോവുമ്പോഴും ആത്മാവിനാനന്ദം തൂകുമ്പോഴും കൺമുന്നിൽ കാണും ദൂരങ്ങളിൽ കാണാതെ പോകുന്നുള്ളകങ്ങൾ. തോരാതെ പെയ്യും നേരങ്ങളിൽ കേൾക്കാതെ പോകും നൊമ്പരങ്ങൾ. നീയാണെന്നാകാശം നോവുമ്പോഴും ആത്മാവിനാനന്ദം തൂകുമ്പോഴും. So Maria, got the results here. അതുകൊണ്ടാണ് ഞാൻ നിന്റെ പേരൻസിനോട് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. ബിക്കോസ് ഐ വാണ്ടഡ് ടു ടോക്ക് ടു യു പേഴ്സണലി. ഇസ് ദാറ്റ് ഓക്കെ? സോ ഇറ്റ്സ് കൺഫേംഡ് യു ആർ പ്രഗ്നന്റ്. ചേച്ചി, ഇനി ഞാൻ എന്ത് ചെയ്യേണ്ടത്? അങ്ങനെ നീ ചോദിച്ചാൽ മരിയ, എനിക്കറിയത്തില്ല നിന്നെ എങ്ങനെയാണ് അഡ്വൈസ് ചെയ്യേണ്ടതെന്ന്. ആസ് എ ഡോക്ടറാണോ അല്ലെങ്കിൽ ഒരു ചേച്ചിയുടെ ഭാഗത്തു നിന്നാണോ പറയേണ്ടതെന്ന്. പക്ഷേ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. നീ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നീ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അബൌട്ട് യുവർ പേരൻസ്, നിൻ്റെ മുന്നോട്ടുള്ള കരിയർ, നിൻ്റെ മുന്നോട്ടുള്ള ലൈഫ്, ഇതുവരെ ഭൂമിയിലേക്ക് ജനിച്ച് വീണിട്ടില്ലെങ്കിലും നിൻ്റെ ബേബി, ഇതെല്ലാം നീ കൺസിഡർ ചെയ്തിട്ട് വേണം നീ ഒരു ഡിസിഷൻ എടുക്കാൻ. Okay Maria, now since it's all confirmed, I think it's time to take a decision. ചേച്ചി, നമ്മൾ 18. എനിക്കറിയത്തില്ല മുന്നോട്ട് ഞാൻ എങ്ങനെ, എനിക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ചേച്ചി. സോ മറിയ, നീ പറഞ്ഞു വരുന്നത് എങ്ങടാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ശരിയുമാണ്. നീ എന്ത് ഡിസിഷൻ എടുത്താലും ഞാനും എൻ്റെ പാരൻസും ഒക്കെ നിൻ്റെ കൂടെ ഉണ്ടാവുകയും ചെയ്യും. ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ലെങ്കിലും അതും ഒരു ജീവനാണ് അല്ലേ? നമ്മൾ എത്ര ആഗ്രഹിച്ചാലും അതിനുവേണ്ടി ശ്രമിച്ചാലും ഒരു ജീവൻ കൊടുക്കുക എന്നുള്ളത് നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യമല്ലല്ലോ അല്ലേ? ദിവസവും എത്രയോ പേഷ്യൻസ് ആണെന്നറിയോ
ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസായിട്ടും മറ്റു കാര്യങ്ങളുമായിട്ട് എന്നെ കാണാൻ വരുന്നത്. നാളെ ഒരു ദിവസം നിൻ്റെ മുഖം ആ പേഷ്യൻസിൻ്റെ ഇടയിൽ ഉണ്ടാവരുതെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. എനിക്ക് അത്രേ പറയാനുള്ളൂ മരിയ. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ദ ഡിസിഷൻ ഈസ് യുവേഴ്സ്. ഞങ്ങളെല്ലാവരും അതിനൊപ്പം ഉണ്ടാവുകയും ചെയ്യും. നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്നെ കൺസൾട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു ചേച്ചി. ശരി, കാണാം. കട്ട് ചെയ്തു. ഓക്കെ, അല്ല അപ്പൊ അതിന് സീനിങ്ങനെ ഞാൻ വരുന്നു. അപ്പൊ എന്നോട് ചിരിക്കുന്നില്ല നീ പറയാതെ. ക്യാരക്ടർ